കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനവാക്യമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ വചനഭാഗം വളരെ ഹൃദയസ്പർശിയായ ഒരു നിമിഷമാണ്. യേശുവിനെ 3 പ്രാവശ്യം നിഷേധിച്ച പത്രോസിനോട് ഉയർത്തെഴുന്നേറ്റ യേശു 3 പ്രാവശ്യം ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഒരു പിതാവ് ഒരു മകനുണ്ടായിരുന്നു. മകൻ പലപ്പോഴും തെറ്റുകൾ ചെയ്തു. ഒരിക്കൽ വലിയൊരു തെറ്റ് ചെയ്തപ്പോൾ പിതാവിന് വളരെ വേദനിച്ചു. മകൻ വീട്ടിൽ നിന്ന് അകന്നുപോയി. കുറെ വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നു. കുറ്റബോധത്തോടെ വാതിൽക്കൽ നിന്നു. പിതാവ് അവനെ കണ്ടപ്പോൾ ഒന്നും ചോദിച്ചില്ല. എന്തിനാണ് നീ പോയത്? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്നൊന്നും ചോദിച്ചില്ല. പകരം പിതാവ് അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോനെ, നീ തെറ്റ് ചെയ്തു. എന്നതിലുപരി നീ തിരികെ വന്നതിലാണ് എന്റെ സന്തോഷം. പത്രോസിനോടും യേശു ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നീ എന്നെ നിഷേധിച്ചു എന്ന് യേശു ചോദിക്കുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. കാരണം യേശുവിന് നമ്മുടെ പഴയ പരാജയങ്ങളെക്കാൾ വിലയേറിയത് നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹവും തിരിച്ചുവരവുമാണ്. വചന സന്ദേശം: പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം നിഷേധിച്ചു. ഇപ്പോൾ യേശു 3 പ്രാവശ്യം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് പത്രോസിനെ അപമാനിക്കുവാനുള്ള ചോദ്യമല്ല, മറിച്ച് അവന്റെ മുറിവിൽ സ്നേഹത്തിന്റെ ഔഷധം പുരട്ടുന്ന ചോദ്യമാണ് പത്രോസ് പറഞ്ഞത്. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക. അതായത് ക്ഷമിക്കപ്പെട്ടവനെ യേശു വീണ്ടും ദൗത്യത്തിലേക്ക് വിളിക്കുന്നു. പത്രോസിന്റെ പരാജയം അവന്റെ ജീവിതത്തിന്റെ അവസാന വാക്കായിരുന്നില്ല. അവന്റെ സ്നേഹവും പശ്ചാത്താപവും അവന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കമായി. ജീവിത സന്ദേശം: നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നാം വീഴുന്നു, ചിലപ്പോൾ വിശ്വാസത്തിൽ തളരുന്നു, ചിലപ്പോൾ യേശുവിനേക്കാൾ ലോകത്തെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? യേശു ചോദിക്കുന്നത് നീ എത്ര വലിയവനാണ് എന്നല്ല, നിനക്ക് എത്ര കഴിവുണ്ട് എന്നല്ല, നിന്റെ തെറ്റുകൾ എത്രയാണ് എന്നുമല്ല. അവൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു? നമ്മുടെ സ്നേഹം സത്യമായാൽ യേശു നമ്മുടെ കുറവുകളെ തന്റെ ദൗത്യത്തിനായി ഉപയോഗിക്കും. വീണുപോയത് പരാജയമല്ല, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. യേശുവിന്റെ അടുക്കിലേക്ക് തിരികെ വരുമ്പോൾ ഓരോ വീഴ്ചയും ഒരു പുതിയ തുടക്കമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പത്രോസിനെ പോലെ ഞങ്ങളും പലപ്പോഴും നിന്നെ വാക്കിലും പ്രവൃത്തിയിലും നിഷേധിച്ചു പോകുന്നു. ഞങ്ങളുടെ വീഴ്ചകളെ നോക്കി ഞങ്ങളെ ഉപേക്ഷിക്കാതെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന നിന്റെ സ്നേഹത്തിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നോടുള്ള യഥാർത്ഥ സ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ, പുതുക്കണമേ, വീണ്ടും നിന്റെ സാക്ഷികളായി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ഇടവകയും സമൂഹത്തെയും സ്നേഹത്തോടെ സേവിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.